ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പരിശുദ്ധ ബലിയിൽ ഒരിക്കലൂടെ വന്ന് സംബന്ധിക്കാനും അനുഗ്രഹീതമായ പെരുന്നാളിന് സംബന്ധികളാകുവാനും ദൈവം നമുക്ക് നൽകിയ ഭാഗ്യകരമായ അനുഭവത്തെ ഓർത്ത ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും സ്വർഗീയമായ ആരാധനയുടെ മുന്നാസ്വാദനങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൗതികമായ ശരീരത്തിൽ ഭൗമമായി നാം ആരാധിക്കുമ്പോഴും സ്വർഗത്തിൽ നടക്കുന്ന നിരന്തരമായ ആരാധനയിലേക്കുള്ള ഒരു പങ്കാളിത്തവും അത് നമ്മൾ ആസ്വദിച്ചെടുക്കുകയും ചെയ്യുന്ന ദിവ്യമായ അനുഭവമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആ വിധമായ ആരാധനയുടെ അനുഭവത്തിലൂടെ ജീവിതത്തിൽ വളരുവാനും ഉയരുവാനുമുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 വിധത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഒന്നാമത്തേത് ഭാരതത്തെ അഥവാ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡൻസ് ഡേ അഥവാ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. അടിമത്തത്തിൻ്റെ മുഖത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ഭരണഘടനയോടും തെരഞ്ഞെടുപ്പോടും കൂടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന ആ മഹത്തരമായ അനുഭവത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ വിടുതലിന് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും നമുക്ക് സ്മരിക്കുവാനും അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രണാമങ്ങൾ അർപ്പിക്കുവാനുമുള്ള ഒരു ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം. രണ്ടാമതായി മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 1912 സ്വതന്ത്രമായ ഒരു കാതോലിക്കേറ്റ് പ്രഖ്യാപിച്ച, അതിന് നമ്മെ പ്രചോദിപ്പിച്ച അബ്ദീദ് മശിഹ പാത്രിയർക്കീസിന്റെ ഓർമ്മ ദിവസം കൂടെയാണ്. സഭ സ്വതന്ത്രമായി ഒരു ഭരണഘടനയുടെ കീഴിൽ സ്വസ്ഥമായി ശാന്തമായി ഭരണം നടത്തുവാൻ തക്കവണ്ണം വിഭാവനം ചെയ്യുവാൻ അന്നത്തെ പിതാക്കന്മാർക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ്. നേരത്തെ ഉണ്ടായിരുന്ന വിദേശ ആധിപത്യങ്ങളൊക്കെ സഭ വിടുവിക്കപ്പെടുവാനും പ്രത്യേകിച്ച് അന്ത്യോക്യൻ സഭയുടെ കീഴിൽ നിലനിന്നിരുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും ആ ബന്ധങ്ങളൊന്നും മറ്റുപോകാതെ സഭയുടെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും കാത്തുപരിപാലിച്ച് കൊണ്ടുപോകുവാൻ ഒരു സ്വതന്ത്രമായ ഭരണഘടന നമുക്ക് 1934 ലഭിച്ചു. അതിനു മുമ്പ് തന്നെ 1912 കാതോലിക്കേറ്റ് സ്ഥാപിക്കുവാൻ ഇടയായത് ഈ അബ്ദീദ് മശിഹ പാത്രിയർക്കീസിന്റെ പ്രഖ്യാപനം മുഖാന്തരമാണ് എന്ന് നാം ഓർക്കുകയാണ്. ആ പുണ്യപിതാവിനെയും നമുക്ക് സ്മരിക്കുകയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് പ്രധാനമായും ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെ പെരുന്നാൾ ദിവസമാണ്. യേശു തമ്പുരാൻ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾക്ക് ശേഷം സ്വർഗാരോഹണം ചെയ്തെങ്കിൽ കന്യക മറിയാം ഒരു സാധാരണ മനുഷ്യനെ പോലെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ദൈവം അവളുടെ ശരീരം ദ്രവത്വം കാണാൻ അനുവദിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, യേശു തമ്പുരാൻ ശരീരം ധരിച്ചത് ആ മഹതിയിൽ നിന്നാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ശരീരം ദ്രവത്വം കാണാൻ അനുവദിക്കാതെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യൻ സഭയുമായി ആ സംഭവത്തിന് അല്ലെങ്കിൽ മാർത്തോമാ ശ്ലീഹായുമായി ആ സംഭവത്തിന് ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കന്യാമറിയാമിന്റെ അടക്കത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നാനാ ദിശകളിലായിരുന്ന എല്ലാ സ്ത്രീകന്മാരും അവിടേക്ക് വരികയാണ്, അടക്കത്തിൽ സംബന്ധിക്കുവാനായി വരികയാണ്. എന്നാൽ അതിനു മുന്നമേ തന്നെ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ നിന്ന് ദൈവ ആത്മാവിൽ ഈ അടക്കത്തിലേക്ക് കടന്നു വരാൻ എത്തിച്ചേരുന്നതിന് മുമ്പേ തന്നെ അടക്കം കഴിഞ്ഞത് കൊണ്ട് സ്വർഗത്തിൽ വെച്ച് അല്ലെങ്കിൽ ആ ഓയാറിൽ വെച്ച് മാർത്തോമാ ശ്ലീഹ കന്യാമറിയാമിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കണ്ടു എന്നും അങ്ങനെ ആ കണ്ടതിന്റെ ചിഹ്നമായി ആ മാതാവിന്റെ ഇടക്കെട്ട് മാർത്തോമാ ശ്ലീഹായ്ക്ക് നൽകുകയും മാർത്തോമാ ശ്ലീഹ വീണ്ടും ശ്ലീഹന്മാരുടെ അടുക്കൽ വന്നപ്പോൾ
ഓയാറിൽ വെച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട കന്യക മറിയാമിനെ കണ്ടു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിക്കുകയും ചെയ്ത ഒരു ചരിത്ര സംഭവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. കന്യക മറിയാമിനെ ഓയാറിലൂടെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത് നേരിട്ട് കാണുവാൻ കഴിഞ്ഞ ഒരാളാണ് മാർത്തോമാ ശ്ലീഹ എന്നതും സ്മരണീയമാണ്. പരിശുദ്ധ കന്യക മറിയാമിന്റെ ഓർമ്മയെ നാം നിർവഹിക്കപ്പെടുമ്പോൾ സഭയുടെ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഗണത്തിൽ ഒന്നാമത് നിൽക്കുന്നത് കന്യക മറിയാമാണ്. കന്യക മറിയാം കഴിഞ്ഞേ ഉള്ളൂ എല്ലാ ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും. അതുകൊണ്ട് തന്നെയാണ് ആരാധനയിൽ ക്രമീകരിക്കപ്പെട്ട കുക്കിലിയോനുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ ആദ്യം ദൈവമാതാവിന്റെ കുക്കിലിയോൻ ചൊല്ലിയാണ് ബാക്കി എല്ലാ ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ആചാര്യന്മാരെയും വാങ്ങിപ്പോയവരെയും എല്ലാവരെയും ഓർക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അത് മാത്രവുമല്ല, സുറിയാനി ആരാധനാ ക്രമമനുസരിച്ച് രാഗങ്ങൾ ക്രമീകരിച്ചപ്പോൾ കന്യക മറിയാമിന്റെ ഓർമ്മ അല്ലെങ്കിൽ കുക്കിലിയോൻ ചൊല്ലുന്നത് ഒന്നാം രാഗത്തിലാണ്. രാഗത്തിന്റെ ഒന്നാമത്തെ രാഗവും കന്യക മറിയാമിന്റെ, അതാണ് നമ്മൾ സാധാരണ ചൊല്ലുന്നത് നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്ന്. എന്നാൽ ശൂലോയ പെരുന്നാൾ, മോറാനായ പെരുന്നാളുകളുടെ ക്രമത്തിൽ വരുന്നത് കൊണ്ട് ഇന്ന് 7ാം രാഗത്തിലാണ് നടത്തേണ്ടതെന്ന് സഭ സന്ദർഭവശാൽ ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കന്യക മറിയാം നമുക്ക് നൽകുന്ന ഉദാത്തമായ മാതൃക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പകർത്തപ്പെടേണ്ടതാണ്. എന്നാൽ അതിലുപരി പകർത്തുന്നതിന് പ്രയാസകരവും ആയിട്ടുള്ള ഒന്നാണ്. ഒരു നല്ല ദൈവസങ്കല്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീരത്നമായിരുന്നു കന്യക മറിയാം. കന്യക മറിയാം പാടുന്ന പാട്ടിൽ ദൈവത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, അവൻ പരിശുദ്ധനായവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2, അത്ഭുത കാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ പ്രഭുക്കന്മാരെ മറിച്ചിടുന്നവനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ സങ്കല്പം കന്യക മറിയാമിന്റെ ഉള്ളങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കന്യക മറിയാം ശ്രേഷ്ഠമായി തീരാനായിട്ട് ഇടയായി തീരുന്നത്. നാം വിശ്വസിക്കുകയും നാം പിന്തുടരുകയും ചെയ്യുന്ന നമ്മുടെ ലോകത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിനെയും അവന്റെ പിതാവാം ദൈവത്തെയും അവനെ അയച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ എത്രയുണ്ട് എന്ന് നമ്മൾ ആഴമായി ചിന്തിക്കേണ്ടതാണ്. ആവശ്യങ്ങളിൽ മാത്രം ഓടിയെത്തുന്ന ഒരു ദൈവത്തെയാണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധ്യമല്ല. വിശുദ്ധിമാന്മാരുടെ നിരയിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധ്യമല്ല. കന്യക മറിയാമിനോട് ദൂതൻ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെ. ഇന്ന് ഈ ആരാധനയിൽ ഇരുന്ന് നാം സംബന്ധിക്കുമ്പോൾ ദൈവദൂതൻ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ട് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ കൂടെ ഇരിക്കുന്ന ദൈവത്തെ കൊണ്ടുപോകാൻ നമ്മൾ ആരെങ്കിലും തയ്യാറുണ്ടോ? ശാന്തമായി ഒന്ന് ചിന്തിക്കണം. നമ്മളോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലായിടങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് ദേവാലയത്തിൽ ഇരിക്കുന്ന ദൈവത്തെയും കൂട്ടായ്മകളിൽ ഇരിക്കുന്ന ദൈവത്തെയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം കടന്നു വരുന്ന ഒരു ദൈവത്തെയുമാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം അല്ലാത്ത ഇടങ്ങളിൽ തമ്പുരാൻ നമ്മളോട് കൂടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ചെയ്തികളും, നമ്മുടെ എല്ലാ വാക്കുകളും, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവനീതിക്ക് നിരക്കുന്നതായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കാത്തത്. പ്രിയമുള്ളവരെ, കന്യക മറിയാം താൻ ഉൾക്കൊണ്ട അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ താൻ ഉൾക്കൊണ്ടിരുന്ന ദൈവസങ്കല്പം തൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അതിനെ സ്വീകരിക്കുന്നത് യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്, കന്യക മറിയാം ദൈവവചനത്തെ കുറിച്ചുള്ള തൻ്റെ ആഴമായ ബോധ്യം കന്യക മറിയാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ കന്യക മറിയാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മറിയാം പറഞ്ഞു തന്നാൽ എന്ന് തുടങ്ങി ചൊല്ലുന്ന പ്രാർത്ഥന പഴയ നിയമത്തിൽ ഹന്ന ചൊല്ലിയ പ്രാർത്ഥനയോട് വളരെയേറെ സാമ്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. അഥവാ
പഴയ കാലങ്ങളിൽ പുണ്യപിതാക്കന്മാർ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഉരുവിടുന്ന ഒരു മനോഭാവം, ദൈവവചനത്തെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം കന്യകമറിയാമിൽ ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കന്യകമറിയാമിന്റെ സ്മരണയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യം, വചനം പറയുന്നതും വചനം കേൾക്കുന്നതും വചനം വായിക്കുന്നതുമല്ല, അതിലുപരി വചനം പ്രമാണിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതിനുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവവചനം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അതിനെ അനുധാവനം ചെയ്യുവാനും അത് നമ്മുടെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും കഴിയേണ്ടതിന്റെ ആവശ്യകത കൂടെ കന്യകമറിയാം നമ്മെ ഓർപ്പിക്കുകയാണ്. മൂന്നാമതായി, കന്യകമറിയാം എന്തുകൊണ്ട് ശ്രേഷ്ഠയായി തീർന്നു എന്ന് ചോദിച്ചാൽ അതുപോലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉത്തരം, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. തന്റെ ജീവിതത്തിൽ ദൈവഹിതത്തിന് സമ്പൂർണമായി തന്നെ സമർപ്പിക്കുന്ന താഴ്മയുടെ, വിനയത്തിന്റെ, സമർപ്പണത്തിന്റെ ഒരു തലം കന്യകമറിയാമിൽ ഉണ്ടായിരുന്നു. നാം എല്ലാവരും ചൊല്ലുന്ന, ആരാധനയിൽ ചൊല്ലുന്ന ആരും ഉയർത്തപ്പെട്ടില്ല ഇതുപോലെ, കന്യകമറിയാമിനെ പോലെ ആരും ഉയർത്തപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ പറയണം, ആരും അതുപോലെ താഴ്മപ്പെട്ടിട്ടുമില്ല. കന്യകമറിയാം എന്തുകൊണ്ട് ഉയർത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ, കന്യകമറിയാം താഴ്മപ്പെടുവാൻ, താഴ്ത്തി ഏൽപ്പിക്കുവാൻ, ദൈവഹിതത്തിന് സമർപ്പിക്കുവാൻ തക്കവണ്ണം പര്യാപ്തയായിരുന്നു എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യാണ്. ഈ ശുദ്ധിമതിയായ അമ്മയുടെ ഓർമ്മയിൽ നാം സംബന്ധിക്കുമ്പോൾ തമ്പുരാനെ നിന്നെ പൂർണ്ണമായും അറിയുവാനും, നീ എന്താണോ, നീ എങ്ങനെയാണോ അതേ നിലയിൽ നിന്നെ അറിയുവാൻ പരിശുദ്ധനും അതിശയങ്ങൾ പ്രവർത്തിക്കുന്നവനും സിംഹാസനങ്ങളിൽ നിന്ന് മറച്ചിട്ട് താഴ്മയുള്ളവരെ ഉയർത്തുന്നവനുമായ ഒരു ദൈവത്തെ കുറിച്ചുള്ള മതിയായ സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും, അഹങ്കരിക്കാതെ, നിഗളിക്കാതെ, താഴ്മയോടെ, വിനയത്തോടെ തിരുവചന പ്രകാരം ജീവിക്കുവാനുള്ള ഒരു സമർപ്പണവും ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം കന്യകമറിയാമിന്റെ ജീവിതത്തോട് അനുരൂപപ്പെടുകയും കന്യകമറിയാമിന്റെ ജീവിതത്തോട് ചേർന്ന് നാം ദൈവസന്നിധിയിൽ ബഹുമാനിതരായി തീരുവാൻ, ദൈവസന്നിധിയിൽ അംഗീകാര സ്വീകാര്യ യോഗ്യമായ ഒരു കാഴ്ചയായി നമ്മുടെ ജീവിതത്തെ ഭേദപ്പെടുത്താനായിട്ടും ഇടയാകും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. എന്നും എപ്പോഴും അസ്വസ്ഥതകളിൽ, വേദനകളിൽ ചേർന്ന് നിൽക്കുന്ന ആ അമ്മയെ നാം ചേർത്ത് നിർത്തി ആ നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.